ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സെമി സംസ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗമാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 സംഖ്യാമാല എന്നുള്ള അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ താഴെ ടോപ്പിക്ക് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ചില മേഖലകൾ നീക്കിവെച്ച തുകയുടെ വിവരം ചുവടെ കൊടുത്തിരിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ് വികസനം, കുടിവെള്ളം, അതിനൊക്കെ ഓരോ തുക കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചിട്ടുള്ളത് എന്തിനാണ്? അതിന് കണ്ടുപിടിക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? റോഡ് വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ തുക നീക്കി വെച്ചത്. ഏറ്റവും കുറഞ്ഞ തുക നീക്കി വെച്ചത് കുടിവെള്ളത്തിനാണ്. വിദ്യാഭ്യാസത്തിനുള്ളതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് റോഡ് വികസനത്തിലുള്ളത്? അത് ഏറ്റവും കൂടുതലുള്ളതെന്ന് കുറഞ്ഞത് മൈനസ് ചെയ്യാം. എല്ലാ മേഖലയിലേക്കും കൂടി നീക്കി വെച്ചിരിക്കുന്നത് എത്ര രൂപയാണെന്ന് അറിയാൻ എല്ലാം കൂടി കൂട്ടുക. ഓരോന്ന് എഴുതിയിടുന്ന എത്രയാണ് 4 മേഖലകളും കൂടെ എഴുതിയുള്ള കൂട്ടിയാലാണ് മൊത്തത്തിലുള്ളത് കിട്ടുക. അടുത്ത വർഷത്തേക്ക് ഈ മേഖലകൾക്കായി ഇതിനേക്കാൾ 4 ലക്ഷം രൂപ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്ത് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് 2 രീതിയിൽ തയ്യാറാക്കുക. അപ്പോൾ ഇതെന്താക്കാം? അപ്പോൾ 4 ലക്ഷം രൂപ ഓരോന്നിനും അധികമായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ ആവാം? എന്താണ്? അടുത്ത വർഷത്തേക്ക് ഈ മേഖലകൾക്കായി ഇതിനേക്കാൾ 4 ലക്ഷം രൂപ കൂടുതൽ അനുവദിച്ചിട്ട് അത് കൂട്ടിച്ചേർത്ത് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് 2 രീതിയിൽ തയ്യാറാക്കുക. അപ്പോൾ 4 ലക്ഷം രൂപ ഓരോന്നിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പുതിയൊരു ബഡ്ജറ്റ് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. ഗുണനം പലവിധം. ഒരു വിദ്യാലയത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്ക് പേന നൽകാൻ തീരുമാനിച്ചു. ഒരു പേനയ്ക്ക് 6 രൂപ. 256 കുട്ടികളുണ്ടെങ്കിൽ പേന വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? 256 കുട്ടികൾക്കും 6 രൂപയുടെ പേന വീതം എത്ര രൂപ വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ എണ്ണത്തെ പേനയുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒരു സംഖ്യ കിട്ടും. ഒരു UP സ്കൂളിൽ പഞ്ചായത്ത് വക ഫർണിച്ചർ വാങ്ങാൻ ഫണ്ട് വകയിരുത്തി ഒരു ഡെസ്കിന് 3456 രൂപ ആകുമെങ്കിൽ 85 ഡെസ്കുകൾക്ക് എന്ത് രൂപ വില വരും? അതായത് 356 രൂപയാണ് ഒന്നിന് ചിലവാകുന്നതെങ്കിൽ 86 എത്രയെന്ന് അറിയാൻ എത്ര രൂപയാണ് അത് എണ്ണത്തെ കൊണ്ട് ഗുണിച്ചാൽ അതും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ 3456 85 കൊണ്ട് ഗുണിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ഗുണിക്കാന്ന് 3456 എഴുതിയിട്ടുണ്ട്. ഇനി 85നെ പിരിച്ചിട്ട് 80 + 5 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 3456 ആദ്യം 5 കൊണ്ട് ഗുണിക്കുക, പിന്നെ അതിനെ 80 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. 3456 × 5 ചെയ്താൽ ഒരു സംഖ്യ കിട്ടും. 3456 × 80 ചെയ്തൊരു സംഖ്യ കിട്ടും. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മൾ 3456 × 85 ചെയ്യുന്നത്. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുക, ഗുണിച്ച് കണ്ടുപിടിക്കുക. താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ. പിന്നെ താഴെ യൂണിഫോം വിതരണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു US സ്കൂളിൽ 528 പെൺകുട്ടികൾ 443 ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികളുടെ യൂണിഫോമിന് 160 രൂപയും പെൺകുട്ടികളുടെ യൂണിഫോമിന് 120 രൂപയും ആകുമെങ്കിൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും യൂണിഫോമിന് എന്ത് രൂപ ചിലവാകും? അപ്പം എന്താക്കുക? പെൺകുട്ടികളുടെ എണ്ണത്തെ പെൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അതേപോലെ ആൺകുട്ടികളുടെ എണ്ണത്തെ ആൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കായിട്ട് അറിയണമെങ്കിൽ ആൺകുട്ടികൾക്ക് മൊത്തം ചിലവാകേണ്ട തുകയും പെൺകുട്ടികൾക്ക് മൊത്തം ചിലവാകേണ്ട തുകയും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 2 എന്നുള്ള ഹെഡിങ്. കിസ് മത്സര വിജയികൾക്കായി സമ്മാനം നൽകാനായി രാജീവ് മാസ്റ്റർ 12 രൂപയുടെ 3 പാക്കറ്റ് ക്രയോൺ വാങ്ങി. മത്സരം കഴിഞ്ഞപ്പോൾ 2 പേർക്കും കൂടി സമ്മാനം കൊടുക്കേണ്ടി വന്നതിനാൽ വീണ്ടും 2 പാക്കറ്റ് വാങ്ങി. സമ്മാനത്തിനായി ആകെ എത്ര രൂപയാണ് ചിലവായത്? ആദ്യം ചിലവായത് 12 × 3 പാക്കറ്റാണ് വാങ്ങിയത്. അതിന് 12 × 3 ചെയ്തപ്പോൾ 36 കിട്ടി. വീണ്ടും 2 പാക്കറ്റ് വാങ്ങിയപ്പോൾ 12 × 2 ചെയ്ത് 24 ആകെ എന്തായി? 36 + 24 60 രൂപയായി. ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ കാണാം. വാങ്ങിയ പാക്കറ്റുകളുടെ എണ്ണം 3 + 2 = 5. 12 × 5 60. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് കണ്ടെത്തി?
അതായത് 3+2 ആദ്യം ആഡ് ചെയ്തതിന് ശേഷം 12 ഗുണിച്ചു. അപ്പോൾ 3നെ 12 ഗുണിക്കുന്നതിനും 2നെ 12 ഗുണിക്കുന്നതിനും പകരമായിട്ട് ചുരുക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3നെ 2 കൊണ്ട് കൂട്ടിയതിന് ശേഷം 12 കൊണ്ട് ഗുണിച്ചു. അതായത് നമുക്ക് ഒരേ കണക്ക് തന്നെ പല രീതിയിലും ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവ മനക്കണക്കായി കണ്ടെത്തുക. ഈ 225 × 98 ഉണ്ട്, 225 × 2 ഉണ്ട്. അപ്പം നമുക്ക് അതിനൊന്ന് എഴുതാം. അപ്പം 225 × 98 പകരം നമുക്ക് എങ്ങനെ എഴുതാം? 100 - 2 പ്ലസ് 225 × 2. ഓക്കെ, ഇനി എന്താക്കാം? ഈ 225 നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 225 × 100. അപ്പം എന്താണ്? 2 0 ഇട്ടെടുത്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 0 ഇട്ടെടുത്താൽ മതി. പിന്നെ ഇവിടെ മൈനസ് ആണല്ലോ, ഈ മൈനസ് ചിഹ്നം ഇവിടെ ഇടുക. പിന്നെ 225നെ 2 കൊണ്ട് ഗുണിക്കുക. 225 × 2. പിന്നെ പ്ലസ് ചിഹ്നം ഇവിടെ ഇടുക. 225 × 2. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 225 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 225 ഉണ്ട്. അതായത് ആദ്യം 225 × 2നെ മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യുക. അപ്പൊ എന്താണ്? ആദ്യം കൂട്ടിയിട്ട് പിന്നെ കുറക്കാൻ പറയുന്നത് രണ്ടും എന്താണ്? 0 ആയി പോവുകയാണ് ചെയ്യുക. ഒരു സംഖ്യ കൂട്ടി മറ്റൊരു സംഖ്യ കുറച്ചു എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയിൽ വലിയ മാറ്റമൊന്നും വരില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 22,500 ആണ് ഇതിന്റെ ആൻസർ. വേഗം നമുക്ക് കിട്ടി 22,500. 2-3 സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 45 × 90 നമ്മൾ എങ്ങനെ ചെയ്തു? 45 × 92 എന്താണ്? 100 - 8 ആണ്, പ്ലസ് 45 × 8. അപ്പോൾ എന്താണ്? 45 × 100, 45 ഇടുക, 2 0 ഇടുക. ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ഇടുക. പിന്നെ ഈ 45നെ എന്താണ്? 8 കൊണ്ട് ഗുണിക്കുക, പ്ലസ് 45നെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ മൈനസ് ചെയ്ത് ഇവിടെ പ്ലസ് ചെയ്യാൻ പറയുമ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോവാണല്ലോ. അപ്പൊ ആൻസർ എന്താണ്? 4,500 ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഈ പറയാനുള്ളതിന്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 225 × 98, 225 × 2. അപ്പൊ 100 - 2 ആണ്. അപ്പം 100 കൊണ്ടാണ് 100ന്റെ ഘടകമാക്കിയിട്ട് 100 - 2 ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഈ എന്താണ്? 225നോട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പം 22,500. അതേപോലെ 90 അടുത്തതിനകത്ത് 45 × 92 ഉണ്ട്, 45 × 8 ഉണ്ട്. അപ്പൊ എന്താണ്? അത് 100ൻ്റെതായിട്ടാണ് എഴുതുന്നത്. 100 - 8. അതുകൊണ്ട് തന്നെ 4,500. അത് ഒറ്റ 4,500 എന്ന് പറയാം. അതേപോലെ 115 × 88. അത് 100ൻ്റെ മൈനസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. 100 - 12 ആയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടും 115നോട് 2 0 ഇട്ട് എടുക്കുക. അപ്പോൾ 11,500. അടുത്തത് 132 × 7, 132 × 993. അത് 1000ൻ്റെ ഇതാക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? 3 0 ഇട്ട് കൊടുക്കണം. 1,32,000. 1,32,000 നമുക്ക് അത് ഒറ്റ അടുത്ത് പറയാൻ പറ്റും. അതാണ് മനക്കണക്കായിട്ട് പറയാന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ചെയ്തും കണ്ടുപിടിക്കാം, നമുക്ക് മനക്കണക്കായിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ 215 വിദ്യാലയങ്ങളിൽ എത്രയാണ്? ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര വിദ്യാലയങ്ങളാണുള്ളത്? മൊത്തം വിദ്യാലയം 215. മൊത്തം 215 വിദ്യാലയങ്ങളുണ്ട്. അതിനകത്ത് ഗണിത ലാബിന് എത്രയാണ്? ഗണിത ലാബിന് വേണ്ടിയിട്ട് എത്രയാ പൈസയാണ് അനുവദിച്ചത്? 4,850 രൂപ വീതം. ഓരോ സ്കൂളിനും 4,850 രൂപ വീതം അനുവദിച്ചു. 36 വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിക്കുന്നതിന് 36 വിദ്യാലയങ്ങളിൽ പിന്നെ കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി എത്ര രൂപ അനുവദിച്ചു? 76,500 രൂപയും അനുവദിച്ചു.
എങ്കിൽ ലാബുകളുടെ സജ്ജീകരണത്തിനായി പഞ്ചായത്ത് ആകെ എത്ര തുക നീക്കിവെച്ചു? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 215 വിദ്യാലയങ്ങളിലേക്ക് ഇത്ര തുകയും 36 വിദ്യാലയങ്ങളിലേക്ക് ഇത്ര തുകയും ആക്കി. അപ്പൊ നമ്മൾ മൊത്തം കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ആദ്യം ഗണിതത്തിന് വേണ്ടിയിട്ട് ഗണിത ലാബിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? 4850 രൂപ 215 വിദ്യാലയങ്ങളിലേക്ക്. അതുപോലെ കമ്പ്യൂട്ടർ ലാബിന് വേണ്ടിയിട്ട് 76,500 രൂപ 36 വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് രണ്ടും കുടിച്ച് നമുക്ക് കിട്ടിയ നമുക്ക് തുകകൾ കിട്ടും. പിന്നെ അത് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്താണ്? 0 5 0 5 25 5 ശിഷ്ടം 2 8 40 42 42 ശിഷ്ടം 4 4 5 4 20 20 4 24 ഒരു 0 0 ഒരു 5 5 ഒരു 8 8 ഒരു 4 4 ഈ 2 0 0 2 5 10 0 ശിഷ്ടം 1 2 8 16 1 17 7 ശിഷ്ടം 1 24 8 1 9 0. ഇനി ആഡ് ചെയ്യാം. 5 5 2 7 8 4 12 2 ശിഷ്ടം 1 7 4 11 2 13 1 14 4 ശിഷ്ടം 1 9 1 10. അപ്പോൾ എത്ര നമുക്ക് കിട്ടിയ സംഖ്യ? 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10,42,750 രൂപ. ഗണിത ലാബിന് മാത്രമായി 10,42,750 രൂപ ആയിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ ലാബ് 0 6 0 0 6 0 IR 30 0 ശിഷ്ടം 3 6 36 37 38 39 ശിഷ്ടം 3 6 7 42 3 45 0 3 0 0 3 0 5 15 5 ശിഷ്ടം 1 6 3 18 1 19 ശിഷ്ടം 1 7 3 21 22. ഇനി ഇത് ആഡ് ചെയ്യാം. 0 0 0 9 5 14 4 ശിഷ്ടം 1 9 1 10 5 15 ശിഷ്ടം 1 4 2 6 1 7 2. അപ്പോൾ 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 27,54,000 27,54,000. ഓക്കെ, ഇത്രയും തുകയാണ് എന്താണ് പഞ്ചായത്ത് ലാബുകളുടെ സജ്ജീകരണത്തിനായി പഞ്ചായത്ത് ആകെ എത്ര തുക നീക്കി വെച്ചു? അപ്പൊ ഇത് മാത്സ് ലാബിന്, ഇത് കമ്പ്യൂട്ടർ ലാബിന്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ച, അതായത് 215 സ്കൂളുകൾക്ക് ഗണിത ലാബിന് ഇത്ര രൂപ വീതവും 36 വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി ഇത്ര രൂപയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ഇതിനെതുകൊണ്ട് ഗുണിച്ചു, ഇതിനെതുകൊണ്ട് ഗുണിച്ചു, രണ്ട് തുക കണ്ടുപിടിച്ച് ഇത് രണ്ടിനെ നമുക്ക് ആഡ് ചെയ്യണം. 0 0 0 5 7 4 2 6 4 5 9 7 3. അപ്പൊ എത്ര? 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 37,96,750 രൂപയാണ് പഞ്ചായത്ത് മൊത്തം ലാബുകളുടെ സജ്ജീകരണത്തിനായിട്ട് അനുവദിച്ചത്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ. സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ ഒരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്നത് 150 ഗ്രാം അരിയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയിൽ കീഴിൽ 1240 കുട്ടികളുണ്ട്. ഒരു ദിവസത്തേക്ക് ഇവർക്ക് ആകെ എത്ര കിലോഗ്രാം അരി വേണ്ടി വരും? അതായത് കുട്ടികളുടെ എണ്ണമായ 1240-നെ എത്ര ഗ്രാം ആണ്? 150 ഗ്രാം അരിയാണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക.